ലെച്ചൂസ് കുക്കിംഗ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സ് കേക്കാണ്. രണ്ട് രീതിയിലാണ് ഞാനിവിടെ കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് ഒരു കപ്പ് ഉണ്ട്, അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാലൊഴിച്ചിട്ട് അരച്ചെടുക്കണം. ആദ്യം തന്നെ ഞാൻ കുറച്ച് പാലാണ് ഒഴിച്ചേക്കുന്നത്. ഇത് അരച്ചതിന് ശേഷം നമുക്ക് ബാക്കി പാലും കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. പാലിൽ അടിച്ചെടുത്ത ഈന്തപ്പഴത്തിലേക്ക് 1/3 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം. ഇനി ഒരു അരിപ്പെടുത്തിട്ട് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് നമുക്ക് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ അരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ആട്ടപ്പൊടി ഇട്ട് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇതിനുള്ള ഉപ്പ് ചേർക്കണം. പൊടികളെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച് ഈന്തപ്പഴത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പാല് അല്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്തിട്ട് ഈ മിക്സ് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. പോരാത്തതുണ്ടെങ്കിൽ പിന്നീട് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. 1/4 കപ്പാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പം 3/4 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഒരുപാട് ചൂട് പാടില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർക്കാം. കാഷ്യൂനട്ടും ബദാമും തുല്യ അളവിൽ കട്ട് ചെയ്തെടുത്തത് 1/4 കപ്പ് ഉണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഈന്തപ്പഴം അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും 1/4 കപ്പ് തന്നെ ഉണ്ട് കേട്ടോ. എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം നോക്കിയിട്ട് പോരായി ഉണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ മധുരം പാകണമെന്ന് തോന്നുകയാണെങ്കിൽ ചേർക്കണമെന്നില്ല. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ബട്ടർ വരട്ടി വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് കേക്ക് ബാറ്ററിൻ്റെ 1/2 ഭാഗം ഒഴിച്ചിട്ട് എയർ ബബിൾസ് പോകാനായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. 10 മിനിറ്റ് മുമ്പ് നന്നായിട്ട് ചൂടാക്കിയിട്ട് സിമ്മിൽ വെച്ച ഒരു ഇരുമ്പ് പാനിലേക്ക് ഈ പാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള ബാറ്റർ നമുക്ക് ഒരു ചെറിയ കിണ്ണത്തിൽ ബട്ടർ വരട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ നല്ലോണം വെള്ളം വെച്ചിട്ട് ആവി നന്നായിട്ട് വരുമ്പോൾ പാത്രം വയ്ക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് 1 മണിക്കൂറിലധികം വേവിക്കേണ്ടതാണ്. അതുകൊണ്ട് വെള്ളം വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 65 മിനിറ്റിന് ശേഷം ഇപ്പം നമ്മുടെ കേക്ക് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തോന്ന് ശരിക്കും അറിയണമെങ്കിൽ ഒരു ടൂത്ത് പീക്ക് വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി. മാവിൻ്റെ അംശമൊന്നും അതും ഇല്ലയെന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ചൂടാറിയ ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ സോസ് പാനിൽ വെച്ചിട്ടുള്ള കേക്കും ഇതുപോലെ തന്നെ ഒരു 65 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആയിട്ടുണ്ട്. ഇതും ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവിയിൽ വേവിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സമയം വേണം വേവാനായിട്ട്. നമ്മൾ 2/3 ഭാഗം സോസ് പാനിൽ ഒഴിച്ചത് 65 മിനിറ്റ് കൊണ്ട് നല്ലപോലെ ആയിക്കിട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗം മാത്രമാണ് നമ്മൾ ആവിയിൽ വേവിച്ചത്. ഏകദേശം ഈ സമയം തന്നെ എടുത്തിട്ടാണ് നമുക്കിതുപോലെ ആയിക്കിട്ടിയത്. കുറച്ച് കൂടുതൽ സമയം എടുത്താലും എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രീതി കാണിച്ചത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം, ഇഷ്ടമായ ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.